ഇപ്പോൾ LDF യോഗത്തിന് ശേഷം EP ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു മനസ്സാണ് ഇവിടെ കണ്ടത്. ആ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും LDF അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കേരളീയർ, മലയാളികൾ, നമ്മുടെ ആ മേഖലയിലുള്ളവർ, അവർക്ക് വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ എല്ലാ മനസ്സുകളും ഒന്നായി. പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത് കേരളം മാത്രമല്ല, ഇന്ത്യ ആകെ ആ മഹാദുരന്തത്തിൽ ദുഃഖമനുഭവിക്കുന്നവരോടൊപ്പമായി, വേദനയോടൊപ്പം പങ്കാളികളായി. ഇന്ത്യക്കകത്ത് മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മനുഷ്യരും നമ്മുടെ കേരളത്തിന്റെ ഈ മഹാദുരന്തത്തിൽ ദുഃഖിതരായി ജീവഹാനി സംഭവിച്ചവരോട്, അവരുടെ കുടുംബങ്ങളോട്, അവരോടെല്ലാം സ്നേഹവാത്സല്യം വെച്ചു പുലർത്തി അവരവർക്കെല്ലാം കഴിയാവുന്ന എല്ലാ സഹായങ്ങളുമായി മുന്നോട്ട് വന്നു. എത്രയോ കുടുംബങ്ങൾ തന്നെ ഇല്ലാതായി. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നതേയുള്ളൂ. സ്കൂളുകളും ആശുപത്രികളും പള്ളികളും ക്ഷേത്രങ്ങളും കച്ചവട സ്ഥാപനങ്ങളും, ചൂരൽ ഒരു ചെറിയ പട്ടണമാണ്, ആ ചൂരൽ പ്രദേശമാകെ തന്നെ തകർന്നുപോയി. ഇത്തരം ആ മഹാദുരന്തം, ആ ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ഫലപ്രദമായ നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രിയെയും കേരള മന്ത്രിസഭയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിനന്ദിക്കുകയാണ്. നിങ്ങളിൽ അർപ്പിതമായ ചുമതല, ഈ ജനതയോടുള്ള ബാധ്യത നിർവഹിച്ച് പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ജനങ്ങളുടെ സംരക്ഷണത്തിന്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഗവൺമെന്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരെ മാത്രമല്ല, അവരുടെ പ്രവർത്തനത്തിന്റെയും അവരുടെ നേതൃത്വത്തിന്റെയും ഭാഗമായി അവിടെ പ്രവർത്തിച്ചിട്ടുള്ള സേനയുടെ പ്രവർത്തനം വളരെ വളരെ പ്രശംസനീയമാണ്. പോലീസിന്റെ പ്രവർത്തനങ്ങൾ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ആ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ നഷ്ടപ്പെട്ടതുപോലുള്ള വേദനയോടുകൂടി പരമാവധി ആളുകളെ സംരക്ഷിക്കാൻ കർമ്മരംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ച എല്ലാ സേവകന്മാരെയും, നമ്മുടെ നാടിനു വേണ്ടി അർപ്പിത മനോഭാവത്തോടുകൂടി ചുമതല നിർവഹിച്ച എല്ലാവരെയും, ആ നാട്ടുകാർ, അവരെ പ്രത്യേകമായും ഇടതുപക്ഷ മുന്നണി അഭിനന്ദിക്കുക. ആ നാടിന്റെ ആകെ പിന്തുണയുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരുന്നു, യുവജന സംഘടനകളുണ്ടായിരുന്നു, യുവാക്കൾ എല്ലാം മറന്ന രംഗത്തുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആ മഹാവിപത്തിൽ നിന്ന് നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ പരിശ്രമിച്ചവരെ എല്ലാം ഇടതുപക്ഷ മുന്നണി അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നും ഈ കേരളം ഓർമ്മിക്കും. നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ ജീവിത ദൗത്യം, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന മഹത്തായ ഒരു ധർമ്മമാണ് നിർവഹിച്ചത് എന്ന കാര്യവും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അവരുടെ പുനരധിവാസമാണ്. ഇപ്പോൾ തന്നെ ഈ ദുരന്ത സംഭവം അറിഞ്ഞ ഉടനെ തന്നെ എല്ലാ മേഖലകളിൽ നിന്നും ജനങ്ങളുടെ പുനരധിവാസത്തിന്, ജനങ്ങളുടെ സഹായത്തിന് EP ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സേനയ്ക്കയുടെ പ്രവർത്തനം, ഒപ്പം എല്ലാവരുടെയും പ്രവർത്തനത്തെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്.